ശ്രീലക്ഷ്മി രാജേഷിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കാണ്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥനയും ചെയ്യുന്നതാണ്. ടീച്ചറാണ് ശ്രീലത, ഹെൽപ്പറാണ്, കമ്മിറ്റി മെമ്പർ, ഞാൻ ആശാ വർക്കർ, ഇത് തൊഴിലുറപ്പ്. ഞങ്ങളെല്ലാവരും ഉണ്ട് ഇതിനകത്ത്. എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ കാര്യം മുന്നോട്ട് നടന്നത്. ഞങ്ങളുടെ കൗൺസിലറിന്റെ ഒറ്റ മിടുക്കാണ് ഈ അംഗൻവാടി. ഹൈബീഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അംഗൻവാടി കമ്മിറ്റിക്കാർ ഇതൊക്കെ ചെയ്തു തന്നതിന് സന്തോഷമുണ്ട്. നമ്മുടെ 24-ാം വാർഡിന് ഒരു ഹൈടെക് അംഗൻവാടി അനുവദിച്ചു തന്ന ഹൈബീഡിനും അതുപോലെ തന്നെ MLAക്ക് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവർ വാടക കെട്ടിടത്തിലാണ് ഈ അംഗൻവാടി നിലനിന്നുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾക്ക് അത് സാധിച്ചു കിട്ടിയതിൽ ഞങ്ങളുടെ കൗൺസിലർ ഒരുപാട് ഒരു പ്രസംഗം നടത്താൻ കർമ്മം നിർവഹിച്ചപ്പോൾ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് എല്ലാ ഗ്രാമങ്ങളിലും യഥാർത്ഥത്തിൽ ഒരു നാടിന്റെ മുഴുവൻ വലിയ പിന്തുണയാണ് ഈ അംഗൻവാടി യാഥാർത്ഥ്യമാകാനുള്ള കാരണം ലിജി ലൈഘോഷ് എന്ന ഈ വാർഡിന്റെ മെമ്പർ ഈ നഗരസഭയിലെ അംഗമെടുത്ത പ്രത്യേക താല്പര്യത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. മുന്നേറ്റം നടത്തി അവിടമാകേണ്ട ഒന്നല്ല, മോണ്ടസറിയുടെ ഒരു വാർഡിലും ഉദ്ഘാടനം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽ നടത്തുന്ന വികസന പദ്ധതികൾ അതോടൊപ്പം ഒരു സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ്. ഇതൊരു നിശ്ചയദാർഢ്യത്തിന്റെ പരിണത ഫലമാണ്. ഇവിടെ ഹൈബി സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ വാർഡ് കൗൺസിലർ ലിജി ലൈഘോഷിന്റെ നിശ്ചയദാർഢ്യമാണ് ഇനി ഇങ്ങനെ ഒരു മനോഹരമായ അംഗൻവാടി കെട്ടിടം ഇവിടെ വരാൻ കാര്യം. അവിടെ സ്ഥലമില്ല, അംഗൻവാടി ഇല്ല, ഒന്നുമില്ല, വാടക കെട്ടിടത്തിലാണ്. അത് സ്ഥലം കുറഞ്ഞ വിലയ്ക്ക് കിട്ടാനുള്ള സംസാരം ഉണ്ടാക്കി. കുറഞ്ഞ വിലയാണെങ്കിലും കുറെ പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. ഒറ്റയ്ക്കല്ല, ഒരു ടീമായി, എല്ലാവരും കൂടി ഒരു ടീമായി നിന്നുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഞാൻ ആ ടീം അംഗങ്ങളെയും പ്രത്യേകിച്ച് പേരൊന്നും എടുത്ത് പറയേണ്ടല്ല, എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് അഭിനന്ദിക്കുകയാണ്. അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ടായി. ഈ നമ്മുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ എല്ലാ സാങ്കേതിക ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ എല്ലാവരുടെയും സാർ പറഞ്ഞ പോലെ തന്നെ ജനകീയമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ്. നിങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മയിൽ തന്നെയാണ് നിങ്ങൾ സ്മാർട്ട് അങ്ങനെ വൈസ് ചെയർമാൻ സംസാരിക്കാൻ